ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له ولي الصالحين، وأشهد أن محمدًا عبد الله ورسوله الصادق الأمين، صلى الله عليه وعلى آله وأصحابه والتابعين لهم بإحسان إلى يوم الدين، وسلم تسليماً كثيراً. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. ഏറെ പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മൾ ഈ ഒരു ജീവിതത്തിൽ ആശകളുടെയും പ്രതീക്ഷകളുടെയും ആഗ്രഹങ്ങളുടെയും ഇടയിലാണ്. ധാരാളം ആഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, ധാരാളം പ്രതീക്ഷകൾ നമുക്കുണ്ട്. ഉടമപ്പെടുത്തുവാനും കരസ്ഥമാക്കുവാനും ധാരാളം ആശകൾ നമ്മൾക്കുണ്ട്. കുട്ടികളും മക്കളും ഭവനവും വാഹനവും ധനവും ആരോഗ്യവും അങ്ങനെ ഒട്ടനവധി ആഗ്രഹങ്ങൾ വെച്ചു പുലർത്തുന്നവരാണ് നമ്മളെല്ലാവരും. എന്നാൽ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾക്ക് ഇഹലോകത്തിലും ധാരാളം ആഗ്രഹങ്ങളുണ്ട്, ഈ ദുനിയാവിൽ മാത്രമല്ല. മരണാനന്തര ജീവിതത്തിൽ ഏറ്റവും ഉന്നതമായ ജീവിതം, ഏറ്റവും സുഖകരമായ ജീവിതം ലഭിക്കണമെന്ന ആഗ്രഹം നമ്മൾക്കെല്ലാവർക്കുമുണ്ട്. ആ ആഗ്രഹമാണല്ലോ ഏറ്റവും ഉന്നതമായത്, ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം അവസാനമില്ലാത്ത, അറ്റമില്ലാത്ത ആ ഒരു ജീവിതമാണല്ലോ യഥാർത്ഥ ജീവിതമായി നമ്മൾ മനസ്സിലാക്കിയത്. അങ്ങനെയുള്ള ആഗ്രഹങ്ങളിൽ ഏറ്റവും ഉത്തമവും ഉന്നതവുമായ ആഗ്രഹമാണ് മുറാഫഖത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ ജന്ന. സ്വർഗീയ ഭവനത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമുള്ള ജീവിതം എന്നത് ഏറ്റവും മഹത്തരമായ ഒരു ആഗ്രഹമാണ്, പ്രതീക്ഷയാണ്. നമ്മൾ മരണാനന്തര ജീവിതത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യവാന്മാരിൽ, നബിയുടെ കൂടെ സ്വർഗീയ ഭവനത്തിൽ ജീവിക്കുവാനുള്ള സൗഭാഗ്യം ലഭിക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെടുക എന്നത് അതുതന്നെയാണല്ലോ സഹോദരന്മാരെ വിലമതിയാത്ത, ഏറ്റവും ഉന്നതമായ, ഏറ്റവും മുഖ്യമായ ആഗ്രഹം എന്നത്. സഹോദരന്മാരെ, കാരണം ആ ഒരു സഹവാസം, ആ ഒരു കൂട്ട്, നബിയോടൊപ്പം ജീവിക്കുക എന്നത് അതൊരിക്കലും ഒരു മന്ത്രിയോടൊപ്പമോ ഒരു കച്ചവടക്കാരനോടൊപ്പമോ ഒരു അമീറിനോടൊപ്പമോ ഒരു രാജാവിനോടൊപ്പമോ ഉള്ള ഒരു സഹവാസമല്ല. പിന്നെയോ സയ്യിദു വലദി ആദം, ആദം സന്തതിയുടെ യജമാനനായ സയ്യിദായ മേധാവിയായ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമുള്ള മുറാഫഖത്താണ്. ഖാതമുൽ അംബിയാഇ വൽ മുർസലീൻ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമുള്ള ജീവിതമാണ് ആ ആഗ്രഹം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറ്റ സുഹൃത്തായി തെരഞ്ഞെടുത്ത ഖലീലുല്ലാഹിയോടൊപ്പമുള്ള ജീവിതമാണ് ആ ആഗ്രഹം. സഹോദരന്മാരെ, ഖബറിൽ നിന്ന് ഏറ്റവും ആദ്യം പുറത്തു വരുന്ന, സ്വർഗരാജ്യത്തിലേക്ക് ഏറ്റവും ആദ്യം പ്രവേശിക്കുന്ന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമുള്ള ജീവിതമാണ് ആ ആഗ്രഹം. അതുകൊണ്ടാണ് ആ ആഗ്രഹത്തിൻ്റെ വില വർദ്ധിക്കുന്നത്. ആ ഒരു സഹവാസമാണ് മുൻകഴിഞ്ഞു പോയ നമ്മുടെ സച്ചരിതരും ആഗ്രഹിച്ചത്.
അവരുടെ പ്രാർത്ഥനകളിൽ ഉണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിലേക്ക് പ്രവേശിച്ചപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കുന്നത് കാണുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കേട്ടതെന്താണ്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മാനത്തേക്ക് ഉയർത്തിയ ആഗ്രഹങ്ങൾ എന്താണ്? അദ്ദേഹം പ്രാർത്ഥിച്ചത്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഈമാനൻ ലാ യർതദ്, അല്ലാഹുവേ പിന്തിരിഞ്ഞു പോരാത്ത ദൃഢമായ വിശ്വാസമാണ് ഞാൻ ചോദിക്കുന്നത്. അല്ലാഹുവേ എനിക്കത് ഏകണമേ. വനഈമൻ ലാ യൻഫദ്, അറ്റുപോകാത്ത, നിശ്ചലമാകാത്ത, അവസാനിക്കാത്ത സ്വർഗീയ അനുഗ്രഹം ഞാൻ അല്ലാഹുവെ ചോദിക്കുന്നു. മൂന്നാമതായി ചോദിച്ചത് വമുറാഫഖത നബിയിക വമുറാഫഖത മുഹമ്മദിൻ ഫി അഅലൽ ഖുൽദ്, സ്വർഗത്തിൻ്റെ ഉന്നതിയിൽ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമുള്ള ജീവിതം അല്ലാഹു നിന്നോട് ചോദിക്കുന്നു എന്നാണ്. സച്ചരിതരായ നമ്മുടെ മാതൃകകളായ സഹാബികളുടെ പ്രാർത്ഥനയിലുണ്ടായിരുന്ന പ്രധാന കാര്യമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉള്ള ജീവിതം എന്നത്. സഹോദരന്മാരെ, ഇതൊരു ചെറിയ ആഗ്രഹമല്ല, വെറും പ്രതീക്ഷകൾ കൊണ്ട് നേടാൻ പറ്റുന്നൊരു കാര്യമല്ല. പിന്നെയോ പ്രവർത്തനങ്ങൾ കൊണ്ട്, നമ്മൾ പരിശ്രമിച്ചുകൊണ്ട് നേടിയെടുക്കേണ്ടതാണിത്. അള്ളാഹുവോട് പ്രാർത്ഥിച്ചുകൊണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നേടിയെടുക്കേണ്ട ഒരു പദവിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സ്വർഗത്തിൽ കഴിഞ്ഞുകൂടുക എന്നത്. കാരണം സ്വർഗം പടികളാണ്, ദറജകളാണ്, നിലകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൽ ജന്നത്തു മിഅതു ദറജ, സ്വർഗമെന്നത് 100 ദറജകളാണ്. മാ ബൈന കുല്ലി ദറജതൈനി മസീറത്തു മിഅതി ആമിൻ, ഓരോ ദറജയുടെയും 2 ദറജകൾക്കിടയിലുമുള്ളത് 100 വർഷം സഞ്ചരിക്കാനുള്ള ദൂരമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. സ്വർഗം 100 പടികളാണ്. ഓരോ 2 ദറജകൾക്കിടയിലും 100 വർഷം സഞ്ചരിക്കേണ്ട ദൂരമാണുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. അത്ര വലിയ പദവികളും സൗകര്യങ്ങളുമാണ് സ്വർഗത്തിലുള്ളത്. അതിലെ ഏറ്റവും ഉന്നതമായ അള്ളാഹുവിൻ്റെ അർശിൻ്റെ താഴെയുള്ള ദറജയിലാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുള്ളത്. അതുകൊണ്ട് ഈ ഒരു പദവി, അതിലേക്ക് എത്തിച്ചേരുക എന്നത്, നബിയോടൊപ്പം ഒരിടം ലഭിക്കുക എന്നത് സഹോദരന്മാരെ നിസ്സാരമായ ഒരു പദവിയല്ല. നമ്മൾ അതിന് പ്രയത്നിച്ചേ അതിലേക്കെത്തിക്കാൻ കഴിയുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ ഒരു ദറജ ലഭിക്കുവാൻ ചില കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ട്. റബീഅത്ത് ഇബ്നു കഅബ് അൽ-അസ്ലമി റളിയല്ലാഹു അൻഹു, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സേവിക്കുമായിരുന്നു. നബി ഖദൂ എടുക്കുവാനോ നബിയുടെ ആവശ്യങ്ങൾ തീർത്തു കൊടുക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു തവണ അദ്ദേഹത്തോട് പറഞ്ഞു, റബീഅ സൽ, നീ ചോദിക്കുക, നിന്റെ ആവശ്യം പറയുക എന്ന് പറഞ്ഞു. സൽ യാ റബീഅതു. അപ്പോൾ റബീഅ അവിടെ വെച്ച് ആവശ്യപ്പെട്ടത് നബിയോട് ദുനിയവിയായ കാര്യമല്ല. അദ്ദേഹത്തിന് ഈ ദുനിയാവിൽ ആവശ്യമുള്ള കാര്യങ്ങളൊന്നുമല്ല അവിടെ വെച്ച് ആവശ്യപ്പെട്ടത്. പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചത് അന്ത്യനാളിൽ അദ്ദേഹത്തിന് നബിയോടൊപ്പമുള്ള മുറാഫഖത്താണ്. നബിയോടൊപ്പം സ്വർഗത്തിൽ കഴിഞ്ഞുകൂടാനുള്ള സൗഭാഗ്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം ചോദിച്ചത്. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, അവ ഗൈറ ദാലിക്, അതല്ലാതെ മറ്റെന്തെങ്കിലും? അദ്ദേഹം പറഞ്ഞു, ഹു അദാക് റസൂലുള്ളാഹ്, എനിക്ക് ആവശ്യമുള്ളത്, എൻ്റെ ചോദ്യം അതുതന്നെയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഫഅഇന്നി അലാ നഫ്സിക ബികസ്റതി സുജൂദ്. ആ ഒരു പദവി ലഭിക്കണമെങ്കിൽ നീ ചെയ്യേണ്ടത് എന്താണ്? നീ സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ട് എന്നെ സഹായിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. സുജൂദ് വർദ്ധിപ്പിക്കുക, നമസ്കാരം വർദ്ധിപ്പിക്കുക, ഫർദായ നമസ്കാരങ്ങൾ, അതിനുപരി നവാഫിലുകൾ സുജൂദ് വർദ്ധിപ്പിച്ചാൽ റബീഅ, അങ്ങനെ ചെയ്തുകൊണ്ട് ഈ ആവശ്യം നിറവേറ്റാൻ എന്നെ സഹായിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റബീഅത്ത് ഇബ്നു കഅബ് അൽ-അസ്ലമി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു എന്നാണ്.
സഹോദരന്മാരെ, നബിയോടൊപ്പമുള്ള ജീവിതം ലഭിക്കുവാൻ നമ്മൾക്ക് ചെയ്യാനുള്ള ഒന്നാമത്തെ മാർഗം, ഒന്നാമത്തെ പ്രവർത്തനം നമസ്കാരം ശരിയാക്കുക, വർദ്ധിപ്പിക്കുക എന്നതാണ്. നമ്മുടെ ഫർദ് നമസ്കാരത്തിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. നമ്മളിൽ പലരും ഫർദ് നമസ്കാരങ്ങൾ പാഴാക്കുന്നവരാണ്. വീടുകളിൽ നമസ്കരിക്കുന്നവരാണ്, അതിൻ്റെ സമയം കഴിഞ്ഞ് നമസ്കരിക്കുന്നവരാണ്. എന്നാൽ നമ്മുടെ ആഖിറം അത് നമ്മൾക്ക് സമാധാനപൂർവ്വം ലഭിക്കണമെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമുള്ളൊരു ജീവിതം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ ശ്രദ്ധ പുലർത്തണം. ആദ്യം അത് നേരെ ചൊവ്വയായി നിർവഹിക്കണം, അതിൽ വർദ്ധനവ് വരുത്തണം എന്നതാണ്. ഫഅഇന്നി അലാ നഫ്സിക ബികസ്റതി സുജൂദ്, സുജൂദിൻ്റെ സുജൂദ് അധികരിപ്പിച്ചുകൊണ്ട് നീ എന്നെ സഹായിക്കണം എന്നാണ് നബി പറഞ്ഞത്. സുജൂദ് അധികരിപ്പിക്കുക എങ്ങനെയാണ്? ഫർദായ നമസ്കാരങ്ങൾ, സുന്നത്തായ നമസ്കാരങ്ങൾ, റവാത്തിബ് സുന്നത്തുകൾ, ദുഹ നമസ്കാരം, രാത്രി നമസ്കാരം. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മൾക്ക് ഈ റമദാൻ ഒരു അവസരമായി ലഭിച്ചിരിക്കുകയാണ്. എല്ലാവരും തറാവീഹ് നമസ്കാരത്തിൽ ശ്രദ്ധ പുലർത്തുന്ന സമയമാണ്. രാത്രികളാണ് നമ്മുടെ മുമ്പിലുള്ളത്. നമ്മളെല്ലാവരും, നമ്മുടെ പള്ളികളെല്ലാം തറാവീഹ് നമസ്കാരം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന സമയമാണ്. നമ്മളത് ഉപയോഗപ്പെടുത്തുക. സഹോദരന്മാരെ, നമസ്കാരത്തിൻ്റെ വിഷയം നമ്മളധികം, വളരെയധികം ശ്രദ്ധാപൂർവം നോക്കേണ്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറയുകയാണ്, ഇന്നക ലൻ തസ്ജുദ ലില്ലാഹി സജ്ദതൻ ഇല്ലാ റഫഅക അല്ലാഹു ബിഹാ ദറജ വഹത്ത അൻക ബിഹാ ഖതീഅ. എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് അധികരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞത്? കാരണം നബി പറയുകയാണ്, നീ ഒരു സുജൂദും നിർവഹിക്കുന്നില്ല, അള്ളാഹു നിനക്ക് ആ ഒരു സുജൂദ് കൊണ്ട് ഒരു ദറജ ഉയർത്തി തരാതെ, ഒരു തെറ്റും അയച്ചു തരാതെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അഖ്റബു മാ യകൂനുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദ്, ഒരു അബ്ദ് തൻ്റെ അള്ളാഹുവിലേക്ക്, റബ്ബിലേക്ക് ഏറ്റവും അടുത്തൊരു സമയം എപ്പോഴാണ്? അവൻ സുജൂദിലായിരിക്കുമ്പോഴാണെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതാണ് ഒന്നാമതായി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നബിയോടൊപ്പമുള്ളൊരു ജീവിതം സ്വർഗത്തിൽ നൽകാനുള്ള ഒന്നാമത്തെ മാർഗമായി പഠിപ്പിക്കപ്പെട്ടത്. രണ്ടാമത്തെ മാർഗമായി സഹോദരന്മാരെ, നമ്മൾക്ക് ഹദീസുകളിൽ കാണാൻ കഴിയുന്നത്, ഈ ദുനിയാവിൽ ചെറുപ്രായത്തിൽ തന്നെ അവരുടെ പിതാക്കന്മാരെ, അവരേറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന അവരുടെ പിതാവിനെ നഷ്ടപ്പെട്ട കുട്ടികൾ, യതീം കുട്ടികൾ, അവരെ പരിപാലിക്കുന്നതാണ്. അവരെ പരിപാലിക്കുന്നതിലൂടെ വലിയ പ്രതിഫലമാണ് നമ്മൾ വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന വകാഫിറുൽ യതീമി കഹാതൈനി ഫിൽ ജന്നതി വദമ്മ ബൈന അസാബിഇഹി. ഞാനും യതീമിനെ പരിപാലിക്കുന്നവനും സ്വർഗത്തിൽ ഇരുവിരലുകളെപ്പോലെയാണ്. നബിയുടെ രണ്ട് വിരലുകളും ഇങ്ങനെ ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു, ഞാനും അവനും ഇതുപോലെയാണ് സ്വർഗത്തിൽ എന്ന്. രണ്ട് വിരലുകൾ എപ്രകാരം അടുത്തു നിൽക്കുന്നുവോ അങ്ങനെയായിരിക്കും ഞാനും അവനുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ജീവിതത്തിൽ കളവ് പറയാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾക്ക് വാഗ്ദാനം ചെയ്യുകയാണ്. സഹോദരന്മാരെ, എത്ര വലിയ പ്രതിഫലമാണ് അവിടെ വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഒരു യതീമിനെ പരിപാലിക്കുക, അവനെ ഏറ്റെടുക്കുക, അവനെ നമ്മുടെ ഭവനത്തിൽ വളർത്തുക, ഭക്ഷണം നൽകുക, ശിക്ഷണം നൽകുക, ഇതൊക്കെ വലിയ പ്രതിഫലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വാഗ്ദാനം ചെയ്ത പ്രവർത്തനമാണ്. പലരും ധരിക്കുന്നത് മറ്റുള്ള യതീം കുട്ടികളെ പരിപാലിക്കുന്നതിലാണ് ഈ ഒരു പ്രതിഫലം എന്നായിരിക്കും. പക്ഷേ നബിയുടെ മറ്റൊരു ഹദീസിൽ കാണാം, കാഫിറുൽ യതീമി ലഹു ഔ ലിഗൈരിഹി. യതീമിനെ പരിപാലിക്കുന്നവൻ, അവൻ്റെ യതീമാകട്ടെ മറ്റുള്ളവൻ്റെ യതീമാകട്ടെ, അവൻ്റെ യതീം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഉദാഹരണത്തിനൊരു വല്ലിപ്പ, അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടി യതീമാണെങ്കിൽ ആ വല്ലിപ്പ ആ പേരക്കുട്ടിയെ പരിപാലിക്കുന്നതും ഇതിലകപ്പെടുമെന്നാണ്. ഒരു സഹോദരൻ തൻ്റെ സഹോദരൻ്റെ മക്കളെ പരിപാലിക്കുന്നതിന് ഉൾപ്പെടും. അവൻ്റേതാകട്ടെ ഔലി ഗൈരിഹി, മറ്റുള്ളവൻ്റെ യതീമിനെ ആകട്ടെ അവനെ ഏറ്റെടുത്തവൻ,
അന വഹുവ കഹാതൈനി ഫിൽ ജന്ന, ഞാനും അവനും ഇരുവിരലുകളെ പോലെയാണ് സ്വർഗത്തിലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് സഹോദരന്മാരെ, ആ വലിയ വിലമതിയാകാത്ത ആ പദവി ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അവൻ്റെ നെഞ്ചിൽ നിന്ന് ആ ഒരു ആഗ്രഹം ഉയർന്നു വരുന്നുണ്ടെങ്കിൽ, അവൻ ചെയ്യാനുള്ള ഒരു പ്രവർത്തനമാണ് യതീമിനെ പരിപാലിക്കുക എന്നത്. സഹോദരന്മാരെ, ഈ വലിയ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം പഠിപ്പിച്ചതിന് ശേഷം നമ്മൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ കാണാവുന്ന മറ്റൊരു പ്രവർത്തനമാണ് 2 പെൺകുട്ടികളെ വളർത്തുക എന്നത്. പെൺകുട്ടികൾക്ക് ഇസ്ലാം നൽകുന്നൊരു സ്ഥാനവുമാണ് നമ്മൾക്കതിൽ കാണാൻ കഴിയുന്നത്. പലരും ഇന്ന് വരെ, ഈ ആധുനിക കാലത്ത് വരെ പെൺകുട്ടിയാണ് ജനിക്കാൻ പോകുന്നത് എന്ന വാർത്ത കേൾക്കുമ്പോൾ പോലും അവരുടെ മുഖം കറുക്കുന്നവരുണ്ട്, അവരെ വധിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. പക്ഷേ ഇസ്ലാം അവർക്ക് നൽകിയ വില, നബി പറഞ്ഞു, മൻ ആല ജാരിയതൈനി ഹത്താ തബ്ലുഗ ജാഅ യൗമൽ ഖിയാമത്തി അന വഹുവ. ആരെങ്കിലും 2 പെൺകുട്ടികളെ അവർ പ്രായപൂർത്തിയാകുന്നവരെ അവരെ വളർത്തുകയും പോറ്റുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്താൽ, ജാഅ യൗമൽ ഖിയാമത്തി അന വഹുവ, ഞാനും അവനും ഖിയാമത്ത് നാളിൽ ഇങ്ങനെ വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സഹോദരന്മാരെ, പെൺമക്കളുള്ള എത്രയെത്ര ആൾക്കാരുണ്ട് നമ്മുടെ ഇടയിൽ. അവർക്കുള്ളൊരു സന്തോഷ വാർത്തയാണ് നമ്മൾക്ക് ഈ ഒരു ഹദീസിൽ കാണാൻ കഴിയുന്നത്. സ്വർഗത്തിൽ ഖിയാമത്ത് നാളിൽ നബിയോടൊപ്പം ഇങ്ങനെ 2 വിരലുകൾ എങ്ങനെ ചേർന്ന് നിൽക്കുന്നുവോ അപ്രകാരം നബിയോടൊപ്പം ഖിയാമത്ത് നാളിൽ വരുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ആ ഒരു സന്തോഷ വാർത്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. ആ പെൺകുട്ടികളെ ഏറ്റവും നല്ല രൂപത്തിൽ വളർത്തുവാനും ശിക്ഷണം നൽകുവാനും ഇസ്ലാം ദീനനുസരിച്ച് ഹിജാബിൽ, അതിൻ്റെ മര്യാദകളിൽ വളർത്തുവാൻ അവനെ പ്രേരിപ്പിക്കേണ്ടതുണ്ട് ഈ ഹദീസുകൾ. കാരണം അവൻ അത് ചെയ്താൽ അവന് ലഭിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട പദവിയാണ്, വിലമതിയാത്ത പദവിയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഖിയാമത്ത് നാളിൽ ഉണ്ടാവുക എന്ന സൗഭാഗ്യമാണ്. ഇസ്ലാം ദീൻ പെൺകുട്ടികൾക്ക് നൽകുന്നൊരു സ്ഥാനമാണ്. അടുത്തൊരു കാരണമായി നമ്മൾ പഠിപ്പിക്കപ്പെട്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമീപ്യം ലഭിക്കുവാൻ പഠിപ്പിക്കപ്പെട്ടൊരു കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സലാത്ത് ചൊല്ലുക എന്നതാണ്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഈ സലാത്ത് ഉരുവിടലാണ്. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ നബീന മുഹമ്മദ്. ഇങ്ങനെ സലാത്ത് ചൊല്ലിക്കൊണ്ട് നമ്മുടെ നാവ് നനക്കുക എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമീപ്യം ലഭിക്കാനുള്ള മറ്റൊരു കാരണമായി നമ്മൾ പഠിപ്പിക്കപ്പെട്ടത്. നമ്മളിപ്പോൾ ഇരിക്കുന്ന വേളയിലും നമ്മൾക്ക് നമ്മുടെ നാവുകൾ കൊണ്ട് ഉരുവിടാം, അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ നബീന മുഹമ്മദ്. വെള്ളിയാഴ്ച ദിനമാണ്. ഒരു സലാത്ത് ആരെങ്കിലും നബിയുടെ പേരിൽ ചൊല്ലിയാൽ അള്ളാഹു അവൻ്റെ പേരിൽ 10 സലാത്ത് ഉണ്ടാകുമെന്നാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന്. അള്ളാഹുവിൻ്റെ ദയയും കാരുണ്യവും ഉണ്ടാകുമെന്നാണ്. മൻ സല്ല അലയ്യ സലാത്തൻ സല്ലല്ലാഹു അലൈഹി ബിഹാ 10 എന്നാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, മൻ ഇന്ന ഔലൻ നാസി ബി യൗമൽ ഖിയാമത്തി അക്സറുഹും അലയ്യ സലാത്തൻ. ഖിയാമത്ത് നാളിൽ എന്നോട് ഏറ്റവും അർഹതപ്പെട്ടത്, എൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ സലാത്ത് ചൊല്ലിയവരാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. സലാത്ത് കൊണ്ട് നമ്മുടെ നാവിനെ ധന്യമാക്കുക. ഒരു ഭാരവുമില്ലാതെ നമ്മുടെ നാവൊന്ന് ചലിപ്പിച്ചാൽ മാത്രം ലഭിക്കുന്ന ഒരു വലിയ സൗഭാഗ്യമാണ് സഹോദരന്മാരെ ഇത്. അള്ളാഹുവിനെ സ്മരിക്കുന്നതിൻ്റെയും നബിക്ക് വേണ്ടി സലാത്ത് ചൊല്ലുന്നതിൻ്റെയും ഒരു മഹത്വം നമ്മൾക്കിതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ നബിയിന മുഹമ്മദ്. അപ്രകാരം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമീപ്യവും
നബിയോടൊപ്പം സ്വർഗത്തിൽ കഴിയാനുള്ള സൗഭാഗ്യവും ലഭിക്കാൻ പഠിപ്പിക്കപ്പെട്ട മറ്റൊരു പ്രവർത്തനമാണ് സൽ സ്വഭാവം എന്നത്, നമ്മുടെ സ്വഭാവം ശരിയാക്കുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിൻ അഹബ്ബിക്കും ഇലയ്യ വഅഖറബിക്കും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമത്തി അഹാസിനുക്കും അഖ്ലാഖ. നിങ്ങളിൽ വെച്ച് എനിക്ക് ഏറ്റവും സ്നേഹമുള്ളത്, ഇഷ്ടമുള്ളത്, മഹബ്ബത്തുള്ളത് ആരോടാണ്? വഅഖറബിക്കും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ എന്നിലേക്ക് ഏറ്റവും അടുത്ത സ്ഥാനമുള്ളതും ആർക്കാണ്? അഹാസിനുക്കും അഖ്ലാഖ, നിങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. സഹോദരന്മാരെ, നമ്മൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നതല്ലേ അത്? നമ്മുടെ സ്വഭാവം ശരിയാക്കുക, അള്ളാഹുവിനോടും അള്ളാഹുവിൻ്റെ സൃഷ്ടികളോടും നമ്മുടെ ഖുലുഖ് അത് അഹ്സനാക്കുക, നമ്മുടെ മുഖം പ്രസന്നമായ മുഖമാക്കുക, നല്ല രീതിയിൽ സ്വന്തത്തോടും നമ്മുടെ കുടുംബത്തോടും മക്കളോടും കൂട്ടുകാരോടും മുഅ്മിനീങ്ങളോടും ജനങ്ങളോടെല്ലാവരോടും നല്ല രീതിയിൽ നമ്മൾ പെരുമാറുക, നല്ല സ്വഭാവം വെച്ചു പുലർത്തുക എന്നത് അള്ളാഹുവിൻ്റെ റസൂലിലേക്ക് അടുപ്പിക്കുന്ന, റസൂലിൻ്റെ മഹബ്ബത്തെ നമ്മൾക്ക് നൽകി തരുന്ന ഒരു കാര്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്നാൽ നബിയുടെ സാമീപ്യം ലഭിക്കാത്ത, നബിയിൽ നിന്ന് ഏറ്റവും വിദൂരമായ സ്ഥാനം ലഭിക്കുന്നവരിൽപ്പെട്ടത് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇന്ന മിൻ അബ്ഗദികും ഇലയ്യ വഅബ്അദികും മിന്നി മജ്ലിസൻ വഅബ്അദികും മിന്നി യൗമൽ ഖിയാമത്തി. എന്നിൽ നിന്ന് ഏറ്റവും വിദൂരമായത് ഖിയാമത്ത് നാളിൽ, അതുപോലെ എനിക്ക് ഏറ്റവും ദേഷ്യമുള്ളത് ആരോടാണ്? അസ്സർസാറൂന വൽമുതഫൈഹിഖൂന വൽമുതശദ്ദിഖൂൻ. അമിതമായി സംസാരിക്കുകയും സംസാരത്തിൽ അഹങ്കരിച്ചുകൊണ്ട് സംസാരിക്കുകയും അഹങ്കാരികളുമാണ് എന്നിൽ നിന്ന് ഏറ്റവും വിദൂരം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സഹോദരന്മാരെ, അതുകൊണ്ട് സൽസ്വഭാവത്തിൻ്റെയും സൽഗുണങ്ങളുടെയും വ്യക്തിത്വങ്ങളായി മാറിത്തീരാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അമിതമായ സംസാരത്തിൽ നിന്നും അഹങ്കാരത്തോടുള്ള വാചാലതയിൽ നിന്നും അഹങ്കാരത്തിൽ നിന്നുമൊക്കെ നമ്മൾ വിട്ടു നിൽക്കേണ്ടതുമുണ്ട്. കാരണം അങ്ങനെ ചെയ്താൽ മാത്രമേ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സാമീപ്യം നമ്മൾക്ക് ലഭിക്കുകയുള്ളൂ. ചിലരുടെ ഒരു പ്രകൃതമാണ്, അതല്ലെങ്കിൽ ഒരു നിത്യസ്വഭാവമാണ് അവർ സംസാരിക്കുമ്പോൾ ഒരു അഹങ്കാര സംസാരം എന്നത്, പൊങ്ങച്ചത്തോടെയുള്ള സംസാരം എന്നത്. അവർ മനസ്സിലാക്കേണ്ടത്, അവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മജ്ലിസിൽ നിന്ന്, നബിയിൽ നിന്ന് ഏറ്റവും വിദൂരതയിലുള്ളവരാകും എന്ന് അവർ ഭയപ്പെടേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കോപിച്ചവരിൽ അവർ ഉൾപ്പെടുമെന്ന് അവർ ഭയപ്പെടേണ്ടതുണ്ട്. സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു ഹദീസിൽ പറഞ്ഞു തന്നു, അന സഈമു ബൈത്തിൻ ഫി അഅലൽ ജന്നതി ലിമൻ ഹസന ഖുലുഖുഹു അന വബിബൈത്തിൻ ഫി അഅലൽ ജന്നതി ലിമൻ ഹസന ഖുലുഖുഹു. സ്വർഗീയ ഭവനങ്ങളിൽ ഏറ്റവും ഉന്നതമായ സ്വർഗത്തിൻ്റെ ഉന്നതിയിൽ ഒരു ഭവനം ഞാൻ ഗ്യാരണ്ടിയാണ്. ആർക്കാണത്? ലിമൻ ഹസുന ഖുലുഖുഹു, സ്വഭാവം നന്നായവർക്കാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്തോഷ വാർത്ത അറിയിച്ചു. മറ്റൊരു ഹദീസിൽ കാണാം, ഇന്നൽ മുസ്ലിമ ലയുദ്രികു ബിഹുസ്നിൽ ഖുലുഖി ദറജത സ്സായിമിൽ ഖായിം. ഒരു മുസ്ലിം തൻ്റെ സൽസ്വഭാവം കൊണ്ട് നോമ്പെടുക്കുന്നവൻ്റെയും ഖിയാമുൽ ലൈൽ നമസ്കരിക്കുന്നവൻ്റെയും ദറജ അവന് ലഭിക്കും. എന്തുകൊണ്ട്? അവൻ്റെ സൽസ്വഭാവം കൊണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സഹോദരന്മാരെ, നമ്മൾ നബിയുടെ സാമീപ്യം ലഭിക്കാനുള്ള പ്രവർത്തനങ്ങളാണ്, കാരണങ്ങളാണ് നമ്മൾ ഇവിടെ കേട്ടത്. അത് നമ്മുടെ ലക്ഷ്യങ്ങളായി നമ്മൾ തീരുമാനിക്കണം. നമ്മുടെ ജീവിത ലക്ഷ്യമായി ഈ കാരണങ്ങൾ നമ്മൾ നെഞ്ചിലേറ്റണം. കാരണം നമ്മൾക്കെല്ലാവർക്കും ആഗ്രഹമുള്ളതാണ് സ്വർഗീയ ഭവനങ്ങളുടെ ഉന്നതികളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് ഖിയാമത്ത് നാളിൽ കഴിച്ചുകൂട്ടുക എന്നത്. പക്ഷേ അതിൻ്റെ വാതിൽ, അതിൻ്റെ താക്കോലുകളാണ് ഇവിടെ നമ്മൾ കേട്ടത്. നമസ്കാരം വർദ്ധിപ്പിക്കുക,
സൽസ്വഭാവികളാവുക, നബിയുടെ പേരിൽ സ്വലാത്ത് ചെല്ലുക, യതീം കുട്ടികളെ ഏറ്റെടുക്കുക, പെൺകുട്ടികളെ നല്ലതുപോലെ വളർത്തി വലുതാക്കുക, അങ്ങനെ ഒട്ടനവധി കാരണങ്ങൾ. അതിനെ നമ്മൾ വെറും കേട്ടതുകൊണ്ട് മാത്രം, പ്രതീക്ഷിച്ചതുകൊണ്ട് മാത്രം, ആഗ്രഹിച്ചതുകൊണ്ട് മാത്രം ആയില്ല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിലേറ്റവും മുഖ്യമായ പ്രധാനപ്പെട്ടൊരു വാതിൽ, ആ ഒരു ആഗ്രഹത്തിലേക്ക് എത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു പറഞ്ഞു, വമൻ യുതിഇല്ലാഹ വർ-റസൂൽ ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്-സിദ്ദീഖീന വശ്-ശുഹദാഇ വസ്-സാലിഹീന വഹസുന ഉലൈക റഫീഖ. അതെന്താണ്? വമൻ യുതിഇല്ലാഹ വർ-റസൂൽ, അല്ലാഹുവിനെയും റസൂലിനെയും ആരാണോ അനുസരിച്ചവർ, ആരാണോ അനുസരിക്കുന്നവൻ, ആരാണോ അനുസരിക്കുന്നത്, ഫഉലൈക അവരാകുന്നു മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന അല്ലാഹു അനുഗ്രഹിച്ചവരോടൊപ്പമായിരിക്കും അവർ. ആരൊക്കെയാണവർ? മിനൻ നബിയ്യീൻ നബിമാർ, വസ്സിദ്ദീഖീൻ സിദ്ദീഖീങ്ങൾ, വശുഹദാഇ വസ്സാലിഹീൻ. ഇവർ എത്ര നല്ല കൂട്ടുകാരാണ്. സഹോദരന്മാരെ, അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചാലുള്ള സൗഭാഗ്യമാണ്. അള്ളാഹുവിനെ ധിക്കരിക്കാൻ പ്രേരിപ്പിക്കുന്ന ധാരാളം കാരണങ്ങളും വാതിലുകളും വിളിയാളങ്ങളും ഈ ആധുനിക കാലത്തുണ്ട്. പക്ഷേ അതെല്ലാം വെടിഞ്ഞ് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും വിലക്കുകൾ അതൊഴിവാക്കുകയും ചെയ്താൽ ലഭിക്കുന്ന പ്രതിഫലം ഒരിക്കലും നിസ്സാരമായ പ്രതിഫലമല്ല. ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും നല്ല പ്രതിഫലമാണത്. فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. നബിമാരോടൊപ്പവും സിദ്ദീഖീങ്ങളോടൊപ്പവും ശുഹദാക്കളോടൊപ്പവും സാലിഹീങ്ങളോടൊപ്പവുമുള്ള സഹവാസമാണ്, അവരോടൊപ്പമുള്ള ജീവിതമാണ്. വഹസുന ഉലൈക റഫീഖ, മുറാഫഖത്താണ്. സഹോദരന്മാരെ, അതുകൊണ്ട് ഈ കാര്യങ്ങൾ നമ്മൾ മുഖവിലക്കെടുക്കേണ്ടതുണ്ട്, നമ്മൾ പ്രാധാന്യത്തോടെ കാണേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ ഒരു കൽപ്പന വന്നു കഴിഞ്ഞാൽ നമ്മളത് പ്രാവർത്തികമാക്കാനുള്ള പരിശ്രമത്തിലായിരിക്കണം. ഒരു വിലക്ക് കേട്ടുകഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അതിനുണ്ടോ എന്ന് പരിശോധിക്കണം. എങ്കിൽ അത് വെടിയുകയും അതിൽ നിന്ന് മുക്തമാവുകയും ചെയ്യാനുള്ള പരിശ്രമം നമ്മൾ നടത്തുകയും ചെയ്യണം. ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് പറയുന്നത്, ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറയുകയാണ്, ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഐ ഹുവ മഅഹും ഫീ ദാരിൻ വാഹിദത്തിൻ വനഈമിൻ വാഹിദിൻ യസ്തംതിഊന ബിറുയതിഹിം വൽഹുദൂരി മഅഹും ഫൗലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം. ഇവരോടൊപ്പമാണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരെല്ലാവരും ഒരേ ഒരു ഭവനത്തിലാണ്, ഒരേ ഒരു നഈമിലാണ്, സുഖസൗകര്യങ്ങളിലാണ്. അവരിലേക്ക് നോക്കുകയും അവരുടെ സാമീപ്യം കൊണ്ട് അവർ സുഖത്തിൽ കഴിയുന്നവരുമാണ് എന്ന് ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് വിശദീകരിച്ചത് കാണാൻ കഴിയും. അതുകൊണ്ട് സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും വിലക്കുകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യാനുള്ള പരിശ്രമം നമ്മൾ നടത്തേണ്ടതുണ്ട്. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ എന്ന് പഠിക്കലാണ്, എന്താണ് അള്ളാഹു വിലക്കിയ കാര്യങ്ങളെന്ന് മനസ്സിലാക്കലാണ്. അതിനിതുപോലുള്ള സദസ്സുകളിൽ നമ്മൾ പങ്കാളികളാകണം. ഇൽമിൻ്റെ സദസ്സുകൾ, അതിൽ നമ്മൾ എത്തിച്ചേരണം. അള്ളാഹുവിൻ്റെ ഗ്രന്ഥം വായിച്ചു നോക്കണം, അതിൻ്റെ ആശയം നമ്മൾ പഠിക്കണം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ നമ്മൾ പഠിക്കണമെങ്കിൽ നമ്മൾക്ക് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ എന്താണ്, അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പ്രാധാന്യത്തോടെ മുഖവിലക്കെടുത്ത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ഹുസ്നുൽ ഖിതാം, നല്ലൊരു അന്ത്യം അള്ളാഹു തആല നമ്മൾക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും ബർസഖി ജീവിതം അള്ളാഹു സൗഭാഗ്യം നൽകിയവരുടെ ജീവിതമാക്കി തീർക്കുമാറാകട്ടെ.
അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ എല്ലാവരുടെയും നിന്ന് ഖബറിൻ്റെ ശിക്ഷ അകറ്റുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് വന്ന എല്ലാ കുറ്റങ്ങളും തെറ്റുകളും മാപ്പാക്കി തരുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. لا إله إلا أنت سبحانك إنا كنا من الظالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم إنا نسألك الجنة وما قرب إليها من قول وعمل، ونعوذ بك من النار وما قرب إليها من قول وعمل. اللهم أصلح لنا ديننا الذي هو عصمة أمرنا، وأصلح لنا دنيانا التي فيها معاشنا، وأصلح لنا آخرتنا التي إليها معادنا، واجعل الحياة زيادة لنا في كل خير والموت راحة لنا من كل شر. ربنا أعنا ولا تعن علينا، وانصرنا ولا تنصر علينا، واهدنا وامكر لنا ولا تمكر علينا، واهدنا ويسر الهدى لنا، وانصرنا على من بغى علينا. ربنا اجعلنا لك شكارين، لك ذكارين، لك رهابين، لك مطواعين، لك مخبتين، إليك أواهين منيبين. ربنا تقبل توبتنا واغسل حوبتنا وأجب دعوتنا وثبت حجتنا وسدد ألسنتنا واسلل سخيمة صدورنا. اللهم صل على محمد وعلى آله وصحبه أجمعين، والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. ഗൈഡൻസ് TV ഇസ്ലാമിക് ദഅവ യൂട്യൂബ് ചാനൽ. ഗൈഡൻസ് TV, ലൈറ്റ് ഫോർ ലൈഫ്.